സിനിമയുടെ മാജിക്കാണ് അത്. മലയാള സിനിമ ഈ വർഷം കുറച്ചധികം മാജിക്കുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് ഈദ് വിഷു റിലീസായിട്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന മലയാള സിനിമ റിലീസായിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ ധ്യാൻ, പ്രണവ്, ബേസിൽ, നിവിൻ പോളി, അജു വർഗീസ്, കല്യാണി പറയുന്ന ഒരുപാട് പേരുള്ള പേര് പറയേണ്ടി വരും. അങ്ങനെ അത്രയും സ്റ്റാർ കാസ്റ്റായിട്ട് വന്നിരിക്കുകയാണ്. 2 മണിക്കൂർ 45 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സിനിമയുടെ മാജിക്കാണ് അത്. ആ മാജിക്ക് നല്ല വൃത്തിക്ക് വെടിപ്പായിട്ട് അറിയാവുന്ന ഒരു സംവിധായകനാണ് വിനീത് ശ്രീനിവാസൻ. ഇതിനു മുമ്പുള്ള സിനിമകളും അദ്ദേഹം അത് തെളിയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ അത് കുറേ കൂടി തെളിയിച്ച് തരുന്നുണ്ട്. കാരണം പ്രേക്ഷകന് ഒരു സിനിമ കാണാനിരിക്കുമ്പോൾ അയാളെ ഇമോഷണലായിട്ട് ആ സിനിമയിലോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ വിനീതിന് കഴിയും. പ്രത്യേകിച്ച് ഫീൽ ഗുഡിൻ്റെ ആളാണ്. അത് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പുള്ളിക്ക് സാധിക്കും. പിന്നെ പുള്ളി എന്താണോ സിനിമയുടെ കഥയിൽ പറയാൻ ഉദ്ദേശിച്ച കോർ എലമെൻറ്റ്, അതിപ്പോൾ പ്രണയമാണെങ്കിൽ അങ്ങനെ, ഈ സിനിമയിൽ ഫ്രണ്ട്ഷിപ്പാണ്, അത് നല്ല രീതിയിൽ വർക്കൗട്ടാക്കിയിട്ടുണ്ട്. ധ്യാനും പ്രണവ് മോഹൻലാലും, ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും, അവരുടെ ഒരു കോംബോ കെമിസ്ട്രി വേണുവും മുരളിയുമായിട്ട് ഭയങ്കരമായിട്ട് സിനിമയിൽ വർക്കൗട്ടായിട്ടുണ്ട്. അവരെങ്ങനെ കണ്ടുമുട്ടുന്നു, അവരുടെ മദ്രാസിലുള്ള ഒരു യാത്ര, അവരുടെ സിനിമാ ജീവിതം എങ്ങനെയാകും, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള പിണക്കങ്ങൾ, കൊച്ചു നർമ്മ മുഹൂർത്തങ്ങൾ എല്ലാം സിനിമയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പേര് വർഷങ്ങൾക്ക് ശേഷം എന്നാണെങ്കിലും സിനിമ തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുൻപുള്ള കുറേ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ്. ഫ്ലാഷ് ബാക്കും പ്രസൻറ്റ് സിറ്റുവേഷനും ഒക്കെ അതിൽ കടന്നു വരുന്നുണ്ട്. മാസങ്ങൾക്ക് മുൻപ് എന്ന് പറയുന്നുണ്ട്. ഇൻ്റർവെൽ ആകുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആവുന്നുണ്ട്. ഇൻ്റർവെല്ലിന് ശേഷം വേറൊരു മൂഡിൽ സിനിമ പോകുന്നുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊക്കെ നമുക്ക് ലാഗൊക്കെ തോന്നും അവിടെ ഇവിടെയായിട്ട്. കാരണം കഥ ബിൽഡ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമാണത്. പഴയ കാലഘട്ടമൊക്കെയാണ്. ധ്യാൻ ശ്രീനിവാസൻ്റെ വേണു എന്ന് പറഞ്ഞ കഥാപാത്രം അതിമനോഹരമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. പുള്ളി അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആഴ്ചയ്ക്ക് ആവശ്യമില്ലാത്ത കുറേ സിനിമകൾ ചെയ്യുന്ന ആളാണ് ധ്യാൻ. പക്ഷേ ഈ സിനിമ വന്നപ്പം വളരെ ഒതുക്കത്തോടെയും കൈയടക്കത്തോടെയും ആ ഒരു കഥാപാത്രം അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. അത് വിനീതിൻ്റെയും കൂടി ഒരു മിടുക്കാണെന്ന് പറയും. വിനീത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രണവ് മോഹൻലാലിൻ്റെ മുരളി എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടതാണ്. ജുബ്ബ കൊടുത്തതും മാല കൊടുത്തതൊക്കെ പറയുന്നത്. അപ്പം ചില സീൻസിൽ നമുക്ക് ലാലേട്ടനായിട്ടൊക്കെ ഉള്ള ഒരു സാമ്യമൊക്കെ തോന്നും. അച്ഛൻ്റെ മോനല്ലേ. പക്ഷേ പുള്ളിയും കുറേ ഇമോഷണലായിട്ടുള്ള സീൻസ് ഫസ്റ്റ് ഹാഫിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. കാരണം ആ കണ്ണുകളിൽ നമുക്കുള്ള ചില ഒരു എക്സ്പ്രഷൻ കാണാം. ഒരു നിരാശ ഒരാളുടെ, അല്ലെങ്കിൽ കൂട്ടുകാരൻ തെറ്റിദ്ധരിക്കപ്പെടുന്നു അയാളെ, അങ്ങനെ കുറേ മുഹൂർത്തങ്ങളുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ പടത്തിൻ്റെ മൂഡ് അപ്പാടെ മാറുകയാണ്. കാരണം സെക്കൻഡ് ഹാഫിലാണ് ബേസിലിൻ്റെ വരവ്, പിന്നെ നിവിൻ പോളി. അയ്യോ, ആ ഒരു ക്യാരക്ടർ എടുത്ത് പറയണം. ഇങ്ങനെയൊക്കെ വേണം ഒരു കൂട്ടുകാരന് ഒരു സിനിമ എഴുതാൻ. വിനീത് എഴുതിയിട്ടുണ്ട്. നിവിൻ പോളിയുടെ പെർഫോമൻസിനെ ഞാൻ ഉൾപ്പെടെ കഴിഞ്ഞ കുറേ സിനിമകളിൽ ഞാനും നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തിനിങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വിമർശിച്ചവരെയും, അല്ലെങ്കിൽ ഒരു സെൽഫ് ട്രോളിൽ കൂടെയൊക്കെ നിതിൻ മോളി എന്ന് പറഞ്ഞൊരു കഥാപാത്രം നിവിൻ പോളി ഇതിൽ ചെയ്തിട്ടുണ്ട്. സൂപ്പറാണ്. ഈ സിനിമയ്ക്കകത്തുള്ളൊരു സിനിമയും അങ്ങനെയാണ് ഇതിൻ്റെ കഥ. ആ സിനിമയ്ക്ക് തന്നെ ഈ നിതിൻ മോളിയുടെ കഥാപാത്രം ഭയങ്കര ഒരു മൈലേജ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ളൊരു കഥാപാത്രമാണ്. അതുപോലെ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം നിവിൻ പോളിയുടെ ഈ ഒരു കഥാപാത്രം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന മൈലേജിൽ, സെക്കൻഡ് ഹാഫിൽ കൊടുക്കുന്ന ഒരു റഷിന് നിവിൻ പോളിയുടെ കഥാപാത്രം കിട്ടുമായിരുന്നു. നിവിൻ പോളി വന്നിരുന്നൊരു ഡയലോഗുണ്ട്, ക്ലോസപ്പ് ഷോട്ടിൽ വിനീത് ശ്രീനിവാസൻ വെച്ചിട്ട് ഒരു ഹോട്ടൽ റൂമിനകത്തിരുന്ന് പറയുന്നൊരു ഡയലോഗ്, അത് സൂപ്പറാണ്. അത് ഈ സിനിമ കുറേ കൂടി പോയി കഴിയുമ്പോൾ, ഇനിയിപ്പോൾ OTT വരുമ്പോൾ ഭയങ്കര റീച്ചാവും. ആ ക്ലിപ്പ് മാത്രം എടുത്തിട്ട് എല്ലാവരും പറയും. നിവിൻ പോളി ഫാൻസ് വരെ ആഘോഷമാക്കും. സ്വന്തമായിട്ട് വഴിവെട്ടി വന്നവനാണടാ ഞാനെന്ന് പറയുന്ന ഒരു സാധനം, അത് അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഭയങ്കരമാണ്. വേറെ ഒരു സീനിൽ നിവിൻ പോളി ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഈ സാധനം വീണ്ടും പറയുന്നുണ്ട്. അത് സൂപ്പറായിരുന്നു. സത്യം ഈ ഒരു റോൾ നിവിൻ പോളിക്ക് മാത്രമേ പറ്റൂ. അത്രയ്ക്ക് കിട്ടിലുമായിട്ട് വിനീത് ശ്രീനിവാസൻ ആ ഒരു റോൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ തൻ്റെ കൂട്ടുകാരനെ കളിയാക്കിയവരെയൊക്കെ കൃത്യമായിട്ട് നിവിൻ പോളിയെ കൊണ്ട് തന്നെ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അത് സൂപ്പറായിരുന്നു. പിന്നെ ബേസിലിൻ്റെ പെർഫോമൻസ് കൊള്ളാം. അജു വർഗീസ് നല്ലൊരു ക്യാരക്ടറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരാളുണ്ട്, ഒരു ചെറിയൊരു ഗസ്റ്റ് റോൾ ചെയ്ത്, അയാളുടെ പേര് ഞാൻ പറയുന്നില്ല. പുള്ളിയും കൊള്ളായിരുന്നു. വളരെ 2-3 സീനൊക്കെ വരുന്നുള്ളൂ. സത്യം ഒരു സുഹൃത്തുക്കളുടെ ഒരു സംഗമമാണ് ഈ സിനിമ. അങ്ങനെ വിനീത് തൻ്റെ സുഹൃത്തുക്കളെയൊക്കെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുമുണ്ട്. പിന്നെ മ്യൂസിക് എടുത്ത് പറയണം. ജ്ഞാപകം എന്ന് പറയുന്ന ഒരു സോങ്, അത് ഈ സിനിമയുടെ ആത്മാവാണ്. അതൊരു BGM ആയിട്ട് ഉൾപ്പെടെ വരുന്നുണ്ട്. അതൊരു ഈ സിനിമയുടെ ഒരു കോർ എലമെൻറ്റാണ്. ആ പാട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അമൃത്തിൻ്റെ മ്യൂസിക് കൊള്ളാം. അതൊരു വെറൈറ്റി ഫീൽ സിനിമയ്ക്ക് നൽകുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് സിനിമ. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം നിറയും. അതുപോലെ തന്നെ കുറച്ചൊക്കെ ചിരിക്കും. കുറച്ചെന്നല്ല, സെക്കൻഡ് ഹാഫിൽ കുറച്ച് കൂടുതൽ ചിരിക്കും. അപ്പോൾ ഒരു ഫീൽ ഗുഡ് ഫൺ സിനിമ. അതാണ് വർഷങ്ങൾക്ക് ശേഷം. അത് നല്ല രീതിക്ക് ഡീസൻ്റായിട്ട് വിനീത് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് പോയി കഴിഞ്ഞാൽ ഈ വിഷുക്കാലത്ത് നിങ്ങൾക്കത് കണ്ട് ആസ്വദിച്ച് ഇറങ്ങാം. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇതേ എനിക്ക് പറയാനുള്ളൂ. ഇതാണ് ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഈ അഭിപ്രായം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് താഴെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് ശ്രീ സ്റ്റോക്കിസ് കൂടി പിന്നീട് കാണാം.